ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഏലാഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരമായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മധുരപലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏലാഞ്ചി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിന് വേണ്ട മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി മുട്ടയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു മുട്ട ചേർത്താലും മതി. ഞാനിപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദമാവ് ചേർക്കാം. മൈദമാവിന് പകരം ഗോതമ്പ് മാവും എടുക്കാം, പക്ഷേ മൈദമാവാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. 1 കപ്പ് മാവിന് 1 മുട്ട, അതാണ് കണക്ക്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ്, ഫുഡ് കളർ ആയാലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 2 കപ്പ് മാവിന് 1/2 കപ്പ് വെള്ളം, അതാണ് കറക്റ്റ് അളവ്. വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുക്കണം. ഞാനിതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ദോശയുടെ അപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ ആ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മാവ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ടാലും മതി, ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. കാഷ്യൂസ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് ഇളക്കിയ ശേഷം കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം. തേങ്ങ മൂത്ത് വരികയൊന്നും വേണ്ട, ഉടനെ തന്നെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഉടനെ തന്നെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കുമ്പോൾ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരും. ആ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. പഞ്ചസാര ഇപ്പോൾ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ വെച്ചിട്ട് മാവ് ഒഴിച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് നല്ലപോലെ പരത്തിയെടുക്കാം. പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ ശേഷം വേണം ഒഴിക്കാനായിട്ട്. നന്നായിട്ട് പാൻ ചൂടാകുകയാണെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. എന്നിട്ട് അതിൻ്റെ നനവൊക്കെ ഒന്ന് മാറി, മാവിൻ്റെ നനവൊക്കെ ഒന്ന് മാറി ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ. തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഇത് കളർ മാറിപ്പോകും. കളർ ഒട്ടും തന്നെ മാറരുത്. 2 സൈഡും അതുപോലെ കിട്ടുമ്പോൾ എടുത്ത് മാറ്റാം. ഈ ഒരു കളറിൽ വേണം കിട്ടാൻ. അതുപോലെ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. തീ കുറച്ച് വെച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതെല്ലാം ഞാൻ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. 10 ദോശയാണ് ഞാൻ ചുട്ടെടുത്ത് വെച്ചത്. ഇനി ഇത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ദോശ എടുത്ത് വെച്ച ശേഷം അതിന് മുകളിലായിട്ട് സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. സൈഡിൽ വേണം വയ്ക്കാൻ. ഇതിപ്പോൾ 2 രീതിയിൽ ഞാനിത് റോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആദ്യം ഒരു രീതിയിൽ കാണിക്കാം. ഇതുപോലെ നിറയെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ വെറുതെ റോൾ ചെയ്തെടുത്താൽ മതി. ഇതാണ് ഒരു മെത്തേഡ്. ഇതാകുമ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ സൈഡിൽ കൂടെ എല്ലാം അതിൻ്റെ ഫില്ലിങ് അങ്ങ് താഴെ പോകും. അതിന് പകരം വേറൊരു രീതിയിലും കൂടെ റോൾ ചെയ്തെടുക്കാം.
ദോശ വെച്ച ശേഷം നേരത്തെ പോലെ തന്നെ ഫില്ലിങ് വയ്ക്കാം. സൈഡിലായിട്ട് തന്നെ വെക്കണം. അതിനുശേഷം 2 പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഒരു പൊതി പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് വീണ്ടും റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ കഴിക്കാൻ നല്ല എളുപ്പമാണ്. സൈഡിൽ കൂടെയൊന്നും ഈ ഫില്ലിങ് പുറത്തു പോകില്ല. അടുത്തതും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.